ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോമിക് പിൻസ. സോ വൺ പീസ് വേൾഡ് തന്നെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ഡബിൾ പവർ തന്നെയാണ് ഡോമി റിവേഴ്സി. സോ നമുക്ക് ഡോമി റിവേഴ്സിയെ പറ്റിയുള്ള ചില തിയറീസ് ഒക്കെ എന്താണെന്ന് നോക്കാം. ഡോമി റിവേഴ്സി വൺ പീസ് ലോകത്ത് ഇപ്പോൾ ഏറ്റവും മിസ്റ്റീരിയസും ടെറിഫയിങ്ങുമായി തോന്നിപ്പിക്കുന്ന ഒരു പവർ തന്നെയാണ്. ഈ ഒരു പവറിന്റെ പേര് കേട്ടാൽ തന്നെ ഒരു അൺസെറ്റിലിംഗ് ഫീലിംഗ് ഉണ്ടാകുന്നു. കാരണം റിവേഴ്സി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഫ്ലിപ്പ് ഗെയിം പോലെ തന്നെയാണ്. ബ്ലാക്ക് വൈറ്റ് കോയിൻസ് മാറ്റിക്കൊണ്ടുള്ള ഗെയിം. അതുപോലെ തന്നെ ഇവിടെ മനുഷ്യന്റെ ആത്മാവിനെയും സ്വഭാവത്തെയും വിരുദ്ധ ദിശയിലേക്ക് മാറ്റുന്ന ഒരു കോസ്മിക് പവർ ആണ് ഡോമി റിവേഴ്സി. ഈ ഒരു എബിലിറ്റി വേൾഡ് ഗവൺമെന്റ് തന്നെ അണ്ടറിൽ സീക്രട്ട് ആയിട്ട് ജീവിക്കുന്ന ഈമോ സമയം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. സ്റ്റോറിയിൽ കാണുന്നത് പോലെ തന്നെ ഡോമി റിവേഴ്സി ഉപയോഗിച്ചാൽ ഒരാളുടെ ഇന്നർ സ്പിരിറ്റ്, മൊറാലിറ്റി, സോൾ എല്ലാം ട്വിസ്റ്റ് ചെയ്ത് പ്യൂർ ബീങ്ങിൽ നിന്നും ഡാർക്ക് എൻറ്റിറ്റി ആയി മാറുന്നു. അതൊരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, ഇമോഷണൽ കറപ്ഷനും മോറൽ ഇൻവേർഷനെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പവറിന്റെ ഏറ്റവും ഡാർക്ക് സൈഡ് എന്താന്ന് വെച്ചാൽ അതിന്റെ ചെയിൻ റിയാക്ഷൻ എഫക്റ്റ് ആണ്. രണ്ടു പേർക്ക് ഇത് ബാധിച്ചാൽ അവരുടെ ഇടയിലുള്ള മറ്റുള്ളവർക്കും ഇത് ഓട്ടോമാറ്റിക്കലി ഫ്ലിപ്പ് ആവുകയും അവരുടെ സോൾ കറപ്റ്റഡ് ഫോമിലേക്ക് മാറുകയും ചെയ്യും. ഇതിനെ ചില ഫാൻസ് ഡൊമിനോ കേഴ്സ് എന്നും പറയാറുണ്ട്. കാരണം ഇത് റിവേഴ്സി ബോർഡ് പോലെ തന്നെ ഒരുമിച്ച് സ്പ്രെഡ് ആണെന്ന് നമുക്ക് കാണാം. ഒരിക്കൽ ഡോമി റിവേഴ്സി ട്രിഗർ ചെയ്താൽ അത് നിർത്തുക എന്നത് അസാധ്യമാണ്. കാരണം അത് തന്റെ പാത്ത് തന്നെ ഡിസൈഡ് ചെയ്യുന്ന എനർജി ആണെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഈ പവർ ഉപയോഗിക്കുന്നത് പ്യൂർലി ആസ് എ ടൂൾ ഓഫ് കൺട്രോൾ ആണെന്ന് തോന്നുന്നു. റിബല്യൻ, ഫ്രീഡം, പ്യൂരിറ്റി എന്നിവയെ റിവേഴ്സ് ചെയ്തത് വേൾഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായി. അതുകൊണ്ട് തന്നെ ഇച്ചിരിയോട ഇത് സിംബോളിക്കലി ഉപയോഗിക്കുന്നതായും കാണാം. അതായത് ഫ്രീഡം വേഴ്സസ് കൺട്രോൾ എന്ന ഡാർക്ക് തീമിന്റെ മാനിഫെസ്റ്റേഷൻ എന്നതുപോലെ ഡോമി റിവേഴ്സി ബാധിച്ചവർ അസാധാരണ ശക്തിയുള്ളവരായി മാറും. അവർക്ക് ഇമ്മൻസ് സ്ട്രെങ്ത്, സ്പീഡ്, റീജനറേഷൻ എബിലിറ്റി എല്ലാം ലഭിക്കും. അവർക്ക് മുമ്പേ നഷ്ടമായ എന്തെങ്കിലും, ഉദാഹരണത്തിന് അവരുടെ കൈയോ കണ്ണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതൊരു പുനർജന്മം പോലുള്ള ഒരു കഴ്സാണ് ഈ ഒരു പവർ. അതുപോലെ തന്നെ ഒരു പുനർജന്മം പോലുള്ള ഒരു കഴ്സാണ് ഈ ഒരു പവർ. അവർ ജീവിച്ചിരിക്കും, പക്ഷേ അവരുടെ മാനവികത മരിച്ചിട്ടുണ്ടാവും. ചില ഫാൻസ് പറയുന്നത് പോലെ ഡോമി റിവേഴ്സി എന്നത് വൺ പീസ് ലോകത്തിലെ ഗോഡ് ടയർ പവർ ആണ് എന്നതാണ്. വേൾഡ് ബാലൻസിനെ തന്നെ ഇറ്റ്സെൽഫ് ഷെയ്ക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒന്ന്. പക്ഷേ ഇതിന്റെ ഒറിജിൻ എവിടെയാണെന്നും ഈമുവിന് ഇതെങ്ങനെ ലഭിച്ചുവെന്നും ഈമു ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും പോലും ഇപ്പോഴും വലിയൊരു മിസ്റ്ററി തന്നെയാണ്. മിക്ക ഫാൻസും വിശ്വസിക്കുന്നത് ഇത് ഏൻഷ്യൻ കിങ്ഡം കാലത്തുണ്ടായിട്ടുള്ള ഒരു ഫോർബിഡൻ പവർ ആണെന്നാണ്. റിവേഴ്സി ബുക്ക് എന്ന ഏൻഷ്യന്റ് ആർട്ടിഫാക്റ്റിലാണ് ഇത് ലോക്ക് ആയിട്ടുള്ളതെന്നുമാണ് ഇതിൽ പറയുന്നത്. അതായത് ഡോമി റിവേഴ്സി ഒരു ടെക്നിക്ക് മാത്രമല്ല, മനുഷ്യന്റെ സ്വഭാവത്തെ തന്നെ പരീക്ഷിക്കുന്ന ഒരു ഡിവൈൻ കഴ്സ് പോലെയാണിത്. ഇതിലൂടെ ഓട ലൈറ്റും ഡാർക്കും തമ്മിലുള്ള മാനവിക കോൺഫ്ലിക്റ്റിനെ സിംബോളിക്കലി ചിത്രീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡോമി റിവേഴ്സി എന്നത് വൺ പീസിലെ ഏറ്റവും പോയറ്റിക്കും ട്രാജിക്കും അതിലുപരി വളരെയധികം ഹോണ്ടിങ്ങും ഡാർക്കുമായിട്ടുള്ള ഒരു പവർ തന്നെയാണെന്ന് പറയേണ്ടി വരും. സോ ഡോമി റിവേഴ്സിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. തയ്യുന്നരാ.